ഓണച്ചാക്കുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ മിക്കവാറും ഇതുവഴി പോകുമ്പോൾ ചേട്ടനെ കാണുന്നതാ. അപ്പൊ ഇത് വണ്ടിക്കകത്ത് കൊണ്ടുപോകണം കേട്ടോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ ഐറ്റവും ഉണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളുമായിട്ടാണ് ഇതേ ഇവര് ഇത് പായ്ക്കാൻ തന്നെ 2 ദിവസം എടുത്തല്ലേ. പൂർണ്ണമായിട്ടും വണ്ടിക്കകത്ത് സാധനങ്ങൾ കയറിയിട്ടില്ല. ഈ നിമിഷം മുതൽ തന്നെ ഓരോ വീടുകളിലും നമ്മൾ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ കേട്ടാ. നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ കുറേ സാധാരണ വീടുകളിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന കുറേയധികം വീടുകളിലേക്ക് കമൻറ്റിൽ ബുദ്ധിമുട്ട് പറഞ്ഞ കുറേയധികം ആൾക്കാരുടെ വീടുകളിലേക്ക് എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യവും ഓണച്ചാക്കുകൾ കൊടുക്കുമെന്ന്. അപ്പോൾ ഈ പ്രാവശ്യം എന്ന് പറയുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സമയമായിരുന്നു. കുറേ സ്ഥാപനങ്ങൾ പരിചയപ്പെടുത്തി. അപ്പം അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഈ പ്രാവശ്യവും വളരെ മനോഹരമായിട്ട് നമുക്ക് ഓണച്ചാക്കുകൾ കൊടുക്കാൻ കഴിയുകയാണ്. അതിൽ ഒരുപാട് സന്തോഷം. ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം നമ്മൾ ഈ പ്രാവശ്യം ഓണച്ചാക്കുകൾ എടുത്തതെന്ന് പറയുമ്പോൾ സീലാനിൽ നിന്നുമാണ്. സീലാൻ എന്ന് പറയുന്ന സ്ഥാപനത്തെ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പറയുകയല്ല. പകുതി മുക്കാലോളം ഉള്ള കിറ്റുകൾ എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം ക്യാഷ് കൊണ്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഞാനിങ്ങനൊരു ദൗത്യം ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സീലാൻ്റെ സ്ഥാപനത്തിൻ്റെ ഓണറായിട്ടുള്ള ഇക്ക എന്നോട് പറഞ്ഞു ഞങ്ങളും കൂടെ സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് വീടുകളിലേക്ക് അവരും നമുക്ക് ചാക്കുകൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെയും അവരുടെയും ചാക്കുകളാണ് ഈ ഒരു വാഹനത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു 3-4 വർഷമായിട്ട് കണ്ടിന്യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഈ ഒരു ദൗത്യത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കുറേയധികം സ്ഥാപനങ്ങൾ എന്നെ വിളിക്കുകയുണ്ടായത്. കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുമ്പം വീഡിയോസിലൂടെ തന്നെ ഒരുപാട് കച്ചവടങ്ങൾ ഈ ഓരോ ഓണ സമയത്ത് നടക്കുന്നുണ്ട്. പ്രൊമോഷൻസൊക്കെ കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓണച്ചാക്കിൻ്റെ പരിപാടി വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഇതിപ്പം പൂർണ്ണമായിട്ടും വണ്ടിക്കകത്ത് സാധനങ്ങൾ കയറിയിട്ടില്ല. ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല, 1 കിലോമീറ്റർ ഇപ്പോൾ ഒരു വീട്ടിലേക്കാണെങ്കിൽ അവിടുന്ന് ചിലപ്പോൾ 3-4 കിലോമീറ്ററും 20-30 കിലോമീറ്റർ ഓടിയായിരിക്കും മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നത്. അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടുകളും റിസ്ക്കുകളും ഒക്കെ നിറഞ്ഞാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ പോലും നമ്മൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഇത് ഇന്നു മുതൽ ഈ നിമിഷം മുതൽ തന്നെ ഓരോ വീടുകളിലും നമ്മൾ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സീറ്റെല്ലാം ഊരി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ പുറകിലും ബാക്കിലും ഒക്കെ ആയിട്ട് സാധനങ്ങൾ ഇഷ്ടം പോലെ കിടക്കുകയാണ് കേട്ടോ. ഞാൻ മിക്കവാറും ഇതുവഴി പോകുമ്പോൾ ചേട്ടനെ കാണുന്നതാ. അപ്പോൾ ഇത് വണ്ടിക്കകത്ത് കൊണ്ടുപോകണം കേട്ടോ. സന്തോഷമല്ലേ? ഹാപ്പി വേണം കേട്ടോ. ഞാൻ കാണാൻ പറയാം. ഇടയ്ക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് കൊടുക്കുക, തിരിച്ചു വരിക. ഞാൻ അവിടെ ഓണത്തിൻ്റെ ചാക്ക് കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ തിരിച്ചു വരാൻ നേരത്ത് ഞങ്ങൾക്കും കൂടെ യൂട്യൂബിൽ വരണമെന്ന്. എത്ര എല്ലാവരും പഠിക്കുന്നത്? ഇവിടെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മംഗലം സ്കൂളിൽ. പോട്ടെ എന്തെങ്കിലേ. അപ്പോൾ ഒരു ആറ്റം എടുത്തോ. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള സീലാൻ്റെ കുറച്ച് സ്റ്റാഫുകളുണ്ട്. അവർ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ ഒരു കിറ്റുകൾ ഇത്രയും സാധനങ്ങൾ പായിക്കണം. അതിനകത്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വെക്കണം. ഇത് വണ്ടിക്കകത്ത് ലോഡ് ചെയ്യാനായിട്ടാണെങ്കിലും അവർ സഹകരിച്ചു. കാരണം ഞങ്ങളെല്ലാവരും ഇത് ലോഡ് ചെയ്യുന്ന തിരക്കി നിന്നുകൊണ്ട് തന്നെ അധിക വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ ഒരു സ്ഥാപനം ഉള്ള സ്ഥലവും കൂടെയാണെന്ന് പറയാം. ഇത് ആലപ്പുഴ ജില്ലയിൽ ഉമ്മർമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ സീലാൻ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സ്ഥാപനമാണ്. അവർക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. മാത്രമല്ല അവർക്ക് അപ്ലയൻസസ് ഷോപ്പുണ്ട്, ഫർണിച്ചറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ ധൈര്യമായിട്ട് പോയി വാങ്ങിക്കാം. ഒരു നന്മ കൂടിയുള്ളൊരു സ്ഥാപനമാണ് കേട്ടോ. അപ്പം നിങ്ങൾ തന്നെ പറ നമ്മുടെ ഓണച്ചാക്ക് എങ്ങനെയുണ്ട്. ഇതിനകത്ത് ഇനി അരിയൊക്കെ വെക്കാനുണ്ട് കേട്ടോ. അരിയൊക്കെ സെപ്പറേറ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഈ ഒരു കിറ്റിലുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്.